ഇപ്പൊ ശരിക്കും ഫസ്റ്റ് എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലിന്റ് ആണല്ലോ. ക്ലിന്റ് ഇപ്പം 300+ എംപ്ലോയീസിലേക്ക് വരെ എത്തി നിൽക്കുന്നു. എങ്ങനെയാ ശരിക്കും ഒരു ടീം സ്ട്രക്ചർ? നിങ്ങൾക്ക് ശരിക്കും എത്ര ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്? ഇനിഷ്യലി ഞങ്ങളുടെ കൂടെ ഒരു 5-6 പേരാണ് തുടക്കമുള്ളത്. അപ്പോൾ ആ തുടക്കത്തിലുള്ള ആൾക്കാരിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ തന്നെ ഇന്ന് അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയി വന്നു. ക്ലിന്റ് ക്രിയേറ്റീവ് സൈഡ് ഡിസൈൻ മൊത്തം നമ്മുടെ ഒരു ഐഡന്റിറ്റി തന്നെ ഡിസൈനിലുണ്ട്. അത് ക്ലിന്റിന്റെ ഒരു ടാലന്റും ക്ലിന്റ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എഫേർട്ടും ഒക്കെയാണ്. അത് ഓരോരുത്തരുടെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അവരിൽ ഒരുപാട് പ്രഷർ ചെയ്ത് എടാ നിനക്ക് ഇതാണ് ബെസ്റ്റ് എന്നുള്ള, ഇപ്പോൾ സെയിൽസ് എടുക്കലാണെങ്കിൽ അങ്ങനെ അത് കണ്ടെത്തിയിട്ട് നമ്മൾ അവരോട് അതിൽ പ്രഷർ ചെയ്യും. പിന്നെ ഞാൻ ഇവർക്കൊക്കെ ഒരു വില്ലൻ കഥാപാത്രമാണ്. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഇംപ്രൂവ്മെന്റ്സിനെ പറ്റിയാണ്. അപ്പോൾ എന്ത് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ അത് നിൽക്കുമ്പോൾ നമ്മുടെ ഗ്രോത്ത് നിൽക്കുന്നതാണ്. നമ്മൾ കീപ്പ് ഓൺ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഇവിടെ. ഇനി ചില ആൾക്കാർ, ഇപ്പൊ എല്ലാ ആൾക്കാരും അങ്ങനെ നമുക്ക് പറ്റണമെന്നുമില്ല. എല്ലാ ആൾക്കാരെയും ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും എല്ലാ ആൾക്കാർക്കും പൈസയോ നമുക്ക് കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ചില ആൾക്കാർക്ക് ഒരു സ്റ്റേജ് ചെയ്യുമ്പോൾ അവർക്ക് പൈസയോടും താല്പര്യം ഉണ്ടാവണമെന്നില്ല.